ഒരു മറവി കാരണം നമുക്ക് ഇത്രയും വലിയൊരു പണി കിട്ടുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഒരു 2 വീക്ക് മുന്നേ നമ്മുടെ ഫോണൊന്ന് നിലത്ത് വീണിട്ട് ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു. ഫോൺ നമുക്ക് അത്രയും അത്യാവശ്യമായതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഐഫോണിൻ്റെ സ്റ്റോറിൽ നമ്മൾ കണക്ട് ചെയ്തപ്പം അവർ റീപ്ലേസ്മെൻറ്റ് ഓപ്ഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോൺ വീണ്ടും ഡിസ്പ്ലേ പോയതിനേക്കാളും വലിയൊരു പണിയാണ് നമുക്ക് അവിടെ കിടക്കുന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ റീപ്ലേസ്മെൻറ്റിന് പോയി അതിൻ്റെ പ്രൊസീജിയറൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് അവർ ആപ്പിൾ ഐഡിയും അതിൻ്റെ പാസ്വേഡും നമ്മളോട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മളൊരു കാര്യം ഓർമ്മിക്കുന്നത്, നമുക്ക് ആപ്പിൾ ഐഡിൻ്റെ പാസ്വേഡ് ഓർമ്മയില്ലെന്നുള്ളത്. അങ്ങനെ നമുക്ക് ഏകദേശം അറിയാവുന്ന പാസ്വേഡൊക്കെ നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്ത് ലാസ്റ്റ് നമ്മളെ അക്കൗണ്ട് ഹാങ് ആയി. ഒരുപാട് തവണ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ 72 hours കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 72 hours കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചപ്പം അതും ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും 5 days കൂടി നമുക്ക് കൂട്ടി കിട്ടുകയാണ് ചെയ്തത്. ഒരുപാട് തവണ നമ്മൾ കസ്റ്റമർ കെയർ ആയിട്ട് ബന്ധപ്പെട്ടെങ്കിലും ഒരു ഓപ്ഷനും നമുക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മളെ ഫോൺ നമ്മുടേതാണെന്നുള്ള അവർക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് ആപ്പിൾ ഐ ഡി പാസ്വേഡും കൊടുക്കുക എന്നുള്ളത് അവിടെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ 2 വീക്കിന് ശേഷം നമ്മൾ റീസെറ്റ് പാസ്വേഡ് ചെയ്ത് അവിടെ കൊടുത്തതിന് ശേഷം മാത്രമാണ് അവർ നമുക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഫോൺ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരെങ്കിലും ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ.